ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാൾ. ഇതോ? ഛേ, അമ്മ എന്താ നേരത്തെ പറയാഞ്ഞേ? പണ്ട് അമ്മമ്മ കാച്ചി തരാറുണ്ടായിരുന്നു. എന്നിട്ട് അമ്മക്ക് കുറെ മുടിയൊന്നുമില്ലല്ലോ. പണ്ട് അമ്മക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. പിന്നെ അത് കെയർ ചെയ്യാതായി. പിന്നെ മുടിന്റെ ഉള്ളൊക്കെ കുറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, അമ്മക്ക് ഇപ്പഴും ഉണ്ടല്ലോ മുടി അത്യാവശ്യത്തിന്. ഇപ്പൊ നാടൻ ചെമ്പരത്തി കിട്ടാനേ ഇല്ല. ഇതാണ് അമ്മ നാടൻ ചെമ്പരത്തി? ആ പാറൂസേ, ഇത് തന്നെ. 5 ഇതളില്ല ഈ ചെമ്പരത്തിയാണ് എണ്ണ കാച്ചുമ്പോഴൊക്കെ നമ്മൾ ചേർക്കാറ്. ഇത് എണ്ണയിലേക്ക് മാത്രമല്ല യൂസ് ചെയ്യാ, കല്ലിലിട്ട് വെള്ളവും ചേർത്ത് നല്ലോണം ഒരതിയിട്ട് കുളിക്കുമ്പോ മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലതുപോലെ കഴുകി കളയുക. അപ്പൊ അമ്മേ വലിയ മുടിയാവും. എന്റെ പാറൂസേ, അപ്പൊ തന്നെ വളരെയൊന്നുമില്ല മുടി. മുടിയിൽ അധികം സോപ്പ് തേക്കാതെ കുളിക്കുക. അപ്പൊ അഴുക്ക് എങ്ങനെ പോവും അമ്മേ? സോപ്പിന് പകരം പയറുപൊടി ഉപയോഗിക്കുക. അഴുക്കൊക്കെ നന്നായി പോവും. പയറുപൊടി മുടിക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാ. നിങ്ങളൊക്കെ ചെറുപ്പത്തിലേ അമ്മമ്മ നിങ്ങളെ കുളിപ്പിക്കാറ് എങ്ങനെയാ അറിയോ? ആ, എനിക്കറിയാം. പാറൂസിനെ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ എങ്ങനെയെന്ന് പറ. അമ്മമ്മ പാറൂസിനെ പാളയിൽ കിടത്തി എണ്ണ തേച്ചിടും. പിന്നെ കുറച്ച് കഴിയുമ്പോ കുളിപ്പിക്കും പയറുപൊടിയൊക്കെ തേച്ച്. വെറുതെ അല്ല ഞാൻ ഇത്ര സുന്ദരിയായത്. സുന്ദരി പോലും. എനിക്കറിയാം, ചേച്ചിക്ക് അസൂയ കാണും. ഇനി രണ്ടും അതുമ്മ തുടങ്ങണ്ട. അല്ല, നന്ദൂട്ടനേടെ? അവന് ക്രിക്കറ്റ് കളിക്കാൻ പോയി. നല്ല മഴ വരുന്നുണ്ട്. മഴക്ക് മുന്നേ വന്നാ മതി. തോടിന്റെയും കുളത്തിന്റെ അടുത്തൊന്നും പോവില്ലേക്കും. ഞാൻ പോവേ പാറൂസേ. മോളെന്തിനാ ഇപ്പൊ തന്നെ പോകുന്നേ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാ. പിന്നെ വരാണ്ടി, മഴ വരുന്നുണ്ട്. മഴ പെയ്യുന്നതിന്റെ മുന്നേ അമ്മ വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരാട്ടോ. ശരി മോളെ, ശ്രദ്ധിച്ചു പോണേ. പിന്നെ ആന്റി, ഈ ചെമ്പരത്തി ഞാൻ എടുത്തോട്ടെ? അതെന്തിനാ മോള് ചോദിക്കുന്നേ? മോളെടുത്തോ. എനിക്ക് ആന്റി പറഞ്ഞതുപോലെ മമ്മിയോട് എണ്ണ കാച്ചി തരാൻ പറയാനാ. മോക്ക് ആന്റി കുറച്ച് കഴിഞ്ഞിട്ട് ദേവുവിന്റെ അടുത്ത് കൊടുത്തേക്കണ്ടിട്ടോ ചെമ്പരത്തി. ശരി ആന്റി, ഞാൻ പോവാണേ. സൂക്ഷിച്ചു പോണേ. പിന്നെ നന്ദൂട്ടനെ കണ്ടാ വേഗം വരാൻ പറട്ടോ. ശരി ആന്റി. പാറു, ദേവു, ഞാൻ പോവാണേ. പിന്നെ കാണാം. ബൈ ബൈ. മഴ പെയ്ത് മക്കള് വേഗം അകത്തേക്ക് കയറി. പാറു, ഒന്ന് വേഗം വന്നോട്. എന്റെ ചെമ്പരത്തി പൂ എടുക്കട്ടെ അമ്മേ. അത് പിന്നെയും പറിക്കാം, പനി പിടിച്ചാലുണ്ടല്ലോ. അമ്മേ, ഞാനെത്തി. നീ വേഗം അകത്തേക്ക് നടന്നോട്, തല തോത്തി തരാം. എന്താ അമ്മേ? അമ്മേ, എണ്ണ കാച്ചത് അരിച്ച് കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. മക്കളെ വരി, അമ്മ മുടിയിൽ തേച്ച് തരാം. എന്നിട്ട് കുളിക്കുക രണ്ടാക്കും. അമ്മേ, നല്ല മഴ. ഇപ്പൊ തന്നെ കുളിക്കണോ? മഴ ഉണ്ടെന്ന് വിചാരിച്ച് കുളിക്കാതിരിക്കാൻ പറ്റുമോ? അമ്മേ, കുറച്ചുകൂടെ കഴിയട്ടെ, എന്നിട്ട് കുളിക്കുക. ആഹാ, നിങ്ങളെ പോലെ തന്നെയല്ലേ നന്ദു? അവന് കുളിച്ചല്ലോ. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ തണുപ്പ്. അമ്മേ, അവന് കാക്കക്കുളി കുളിച്ചിട്ടുണ്ടാവും. എനിക്ക് പറഞ്ഞു നിൽക്കാൻ ടൈമില്ലേ, ഒരുപാട് പണിയുണ്ട് അവിടെ. അല്ല, ലച്ചു എന്തേ? ചേച്ചിയുടെ ഫോണിൽ കുത്തിയിരിപ്പുണ്ട്. ലച്ചു, ലച്ചു, അമ്മ ഇങ്ങനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ചേച്ചി കേൾക്കത്തില്ല. മക്കളെ വരി, അമ്മ മുടിയിൽ എണ്ണ തേച്ച് തരാ. ഞങ്ങൾ തേച്ചോളാം അമ്മേ. ഞാൻ തന്നെ തേച്ച് തരാം. വേണ്ട അമ്മേ. എന്നാ ശരി, നിങ്ങൾ തേക്കുന്നതൊക്കെ കൊള്ളാം. എവിടെ ആക്കിയേക്കരുത്, കേട്ടല്ലോ? എണ്ണയാണ്, നിലത്തായാലേ വീണു പോവും. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അമ്മേ. എന്നാ ഞാൻ പോയി ചോറിന് കൂട്ടാനുണ്ടാക്കട്ടെ. ഓ, നല്ല മഴ. ഈ മഴയത്ത് എങ്ങനെ കുളിക്കുക? തണുത്തിട്ട് വയ്യ. പാറു, വാ, ചേച്ചി തേച്ച് തരാം. ആദ്യം ചേച്ചി തേക്ക്. അതെന്താ പാറൂസേ? ഞാൻ കുറച്ച് കഴിഞ്ഞ് കുളിക്കുന്നുള്ളൂ. എനിക്ക് തണുത്തിട്ട് വയ്യ. എനിക്കും തണുക്കുന്നുണ്ട്, പക്ഷേ കുളിച്ചല്ലേ പറ്റൂ. വലിയ മുടി ഉണ്ടാവണ്ടേ? വേണം. എന്നാ ഈ എണ്ണ തേക്കണം. ഇന്ന് തന്നെ വലുതാവോ ചേച്ചി? എടി പൊട്ടി, ഇപ്പൊ തന്നെ വലിയ മുടിയൊന്നും ആവൂല. ചേച്ചി എന്തിനാ എന്നെ പൊട്ടിന്ന് വിളിച്ചേ? ഡി, ഞാൻ അറിയാതെ വിളിച്ചതാ. സോറി. ഇപ്പൊ നീ ഇത് പറ, നിനക്ക് എണ്ണ വേണോ വേണ്ടയോ? വേണം വേണം. ഇത് തേച്ച് എനിക്ക് ചേച്ചിയേക്കാളും മുടി ഉണ്ടാവും. ഇപ്പൊ നടന്നത് തന്നെ. അതെന്താ എനിക്ക് മുടി ഉണ്ടാവില്ല എന്നാ ചേച്ചിന്റെ വിചാരം? എനിക്കും ഉണ്ടാവും. ഏതായാലും എന്റെ അത്രക്കൊന്നും ഉണ്ടാവില്ല. ആഹാ, നോക്കല്ലോ. ചേച്ചി ആ ബോട്ടിൽ ആദ്യം കൊണ്ട. ആദ്യം ഞാൻ തേക്കട്ടെ, എന്നിട്ട് തരാം. ആദ്യം എനിക്ക് വേണം. അമ്പടെ പ്ലസ് ഇപ്പൊ കിട്ടും. ആഹാ, എന്നാ ഫസ്റ്റ് ആര് തേക്കൊന്ന് നോക്കല്ലോ. ദേ പാറു, വിട്ടുകൊട്ടോ. ഞാൻ വിടൂല, അല്ലെങ്കിൽ ചേച്ചി തന്നുക്കോ. ആഹാ, ഇപ്പൊ കിട്ടും. ദേ ചേച്ചി വിടാനാ പറഞ്ഞേ. ഇല്ല ഇല്ല ഇല്ല. ഓഹോ, ഫസ്റ്റ് ഞാൻ തേച്ചിട്ട് തരാന്ന് പറഞ്ഞില്ലേ ചേച്ചി? അങ്ങനെ മോളിപ്പോ തേക്കണ്ട. അയ്യോ, അപ്പഴേ ഞാൻ ചേച്ചിനോട് പറഞ്ഞല്ലേ ഞാൻ തേച്ചിട്ട് തരാന്ന്. ഞാൻ നിന്നോട് എത്ര പറഞ്ഞു? നീ പറഞ്ഞത് കേട്ടണെങ്കിൽ ഈ ബോട്ടിൽ പൊട്ടില്ലായിരുന്നു. എണ്ണയൊക്കെ താഴെ പോയി. അമ്മനോട് നല്ല കിട്ടുട്ടോ. എനിക്കല്ല, ചേച്ചിക്കാ കിട്ട. ആഹാ, നിന്റെ ഒറ്റൊരു കാരണ ഈ ബോട്ടിൽ പൊട്ടിയേ. അമ്പടെ പ്ലസ് ചേച്ചി തരാഞ്ഞിട്ടല്ലേ? രണ്ടാളും ഇനിയും കുളിക്കാൻ പോയില്ലേ? അയ്യോ അമ്മ. പാറൂസേ, ഓടിക്കോ. പിള്ളാരെ ഒച്ചയല്ലപ്പോ കേട്ടത്, എവിടെ പോയി? എണ്ണക്കുപ്പി പൊട്ടിയോ? വെറുതെ അല്ല രണ്ട് ഓടിക്കളഞ്ഞേ. ദേവു, പാറു, എന്തൊരു കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. രണ്ടിനും തികച്ച് ഞാൻ തരുന്നുണ്ട്. ഇങ്ങോട്ട് വരി. എന്നിട്ട് എണ്ണ മുഴുവനും ചിന്തിയോ? ബോട്ടിൽ തന്നെ പൊട്ടിപ്പോയി. അല്ല, നിങ്ങൾ എന്താ ഇപ്പൊ കളിക്കാൻ വരാത്തെ? അമ്മമ്മ വന്നിട്ടുണ്ട്. ഈ മഴയത്ത് എങ്ങോട്ട് വിടത്തില്ല. മഴ ഉള്ളപ്പോൾ വീടിന്റെ അകത്ത് നിന്നല്ല കളിക്കാറ്. അമ്മമ്മനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാറൂസേ. ദേവും പാറൂസും ഇപ്പൊ വന്നു. 2 ദിവസമായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. നല്ല മഴയല്ലേ? ശരിയാ. പാറൂസിന് എന്താ വിഷമം? എന്താ പറ്റിയേ? അത് പിന്നെ അമ്മ എണ്ണ കാച്ചിരുന്ന് എണ്ണ ബോട്ടിൽ ഞങ്ങളെ അടുത്തുനിന്ന് വീണ് എണ്ണ മുഴുവനും ചിന്തി. അയ്യോ, എന്താ എണ്ണ മക്കളെ? ആന്റി, മുടി വളരാനുള്ള എണ്ണയായിരുന്നു. എന്നിട്ട്
അങ്ങോട്ട് പോവരുതെന്ന്. നേരത്തെ ഞാൻ സൈനാക്ക് വിളിച്ചിരുന്നു. അപ്പൊ പിന്നെ പറഞ്ഞ് അകത്തുനിന്നാ കളിക്കുന്നെന്ന്. അതുകൊണ്ടൊരു സമാധാനം. അവരും അങ്ങോട്ടേക്കാരാ ഓടിയത്. ഞാനൊന്ന് പോയി നോക്കട്ടെ. കുടിക്കാൻ എടുക്കട്ടെ? വേണ്ട, ഒരുപാട് പണിയുണ്ട്. ഭക്ഷണമൊക്കെ ആയോ? ഓ, എല്ലാം ആയിട്ടുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ പണിയാ മക്കൾക്ക് കൊടുക്കുന്നത്. അത് നീ പറഞ്ഞത് കറക്റ്റാ. ഇവിടെ ഉണ്ടല്ലോ രണ്ടെണ്ണം. എന്നാ ഞാൻ പോയോക്കട്ടെ. കുളിക്കാൻ പറഞ്ഞു വിട്ടതായിരുന്നു. അപ്പഴേ എണ്ണ ബോട്ടിൽ പൊട്ടിച്ചത്. കുളിപ്പിച്ചിട്ട് വേണം ഊണ് കഴിക്കാൻ. ലച്ച ഇല്ല അവിടെ? അവളവിടെ ഉണ്ട്. എന്നാ ശരി ട്ടോ സീത, പിന്നെ കാണാവേ. ശരിടി.